കഴിഞ്ഞ ദിവസം കേരളത്തിൽ നരേന്ദ്രമോദി രണ്ടിടങ്ങളിലായിട്ടാണ് സമ്മേളനം നടത്തിയത്. 2 മെഗാ റാലികൾ. രണ്ടിടത്തും അദ്ദേഹം ഉയർത്തിയത് ഒരേ കാര്യം തന്നെയായിരുന്നു. അത് കേരളത്തിൽ നടക്കുന്ന അഴിമതി തന്നെയായിരുന്നു. അതിൽ ഒരുപക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലും ഉയർത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ധൈര്യപ്പെടാത്ത ഒരു കാര്യം, ഒന്ന് കരുവന്നൂരിനെ കുറിച്ച് കോൺഗ്രസ് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രസ്താവനകൾ പോകുന്നുണ്ട്, അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാനാർത്ഥിയല്ല. ഇന്ത്യയിലെ മോദി സഖ്യത്തെ അല്ലെങ്കിൽ BJP സഖ്യത്തെ തകർത്തെറിയാൻ കരുത്തുള്ള ഒരു നേതാവ് എന്ന് മറ്റുള്ളവർ കരുതുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തിലെ നേതാവാണ്. അദ്ദേഹം പോലും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടി ഇതുവരെ കണ്ടില്ല. ഞാൻ കണ്ടില്ലാത്തതാണോ അതോ മറ്റുള്ളവർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെയാണ് ഈ മറ്റ് അഴിമതി കേസ്, പ്രത്യേകിച്ച് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ്. ഈ 2 കേസിലും കൃത്യമായി തന്നെ മോദി അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ കുടുംബം, CPMൻ്റെ നേതാക്കൾ ഉൾപ്പെട്ട അഴിമതിയാണ് എന്നത് 2 വേദികൾ പറഞ്ഞു. ഇതിൻ്റെ മറുപടി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഈ അന്വേഷണങ്ങളൊക്കെ വീണ വിജയനിലേക്ക് വരുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശുഭദനായിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ എന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് പോയി. മൈക്ക് ഓഫ് ചെയ്യുന്നതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു പുത്തരിയല്ല. ഈ ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് പോയിട്ടുള്ളതാണ്. കാരണം അതിൻ്റെ ഫ്രണ്ട് റോയിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലെഴയാൻ പറഞ്ഞാൽ കിടക്കുന്നവരുമാണ്. അപ്പോൾ പിന്നെ അതൊന്നും ഒരു സംഭവമേ അല്ല, ചുമ്മാതെ പോകുന്നു, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു, അദ്ദേഹത്തെ പ്രശംസിച്ചെഴുതുന്നവരാണ് 95% മാധ്യമപ്രവർത്തകരും. അങ്ങനെ എഴുതാത്തവരെ എല്ലാവരും സംഘി എന്ന് ചാപ്പ കുത്തുകയും ചെയ്യും. സംഘികളൊന്നും അല്ല, അതിന് സംഘികളെ ഇല്ലായിരുന്നു ഞാനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത്. ഏതായാലും ഇപ്പോൾ ചിലപ്പോൾ വിരലാണെന്ന് സംഘികൾ കാണും, പക്ഷേ ബാക്കിയുള്ള സംഘികളുടെ നട്ടലുള്ള കുറേ പേരെങ്കിലും എവിടെയും കാണുമല്ലോ, അങ്ങനെയുള്ളവർ ചിലർ കാണും. ഏതായാലും അദ്ദേഹം മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. ഏതായാലും അഴിമതി ഒരു മുഖ്യ വിഷയമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് കരിമന്നൂരും എക്സാലോജിക്കിൻ്റെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മോദി ഇന്നലെ കേരളത്തിലെത്തിയത്. അതൊരു വലിയ ട്വിസ്റ്റായി മാറി, ടേണിങ്ങുമായി. കേരളത്തിലെ ഒരു പ്രധാന മത്സരം ഇപ്പോൾ BJPയും CPMഉം തമ്മിലായി മാറി. ഒരുപക്ഷെ വോട്ടിൻ്റെ എണ്ണത്തിലോ ഇല്ലെങ്കിൽ ശക്തിയുടെ കാര്യത്തിലോ ആണെങ്കിൽ ഇത് രണ്ടും വ്യത്യസ്തമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ആ നിലപാടിന് മറുപടി പറയാൻ ഒരാൾ വേണം. അതായത് നമ്മൾക്ക് കരുത്തന്മാരുണ്ടെങ്കിൽ മുൻപോട്ട് പോകാൻ കഴിയും. അല്ലാതെ കരുത്തന്മാരില്ലാതെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഒളിച്ചോടിക്കൊണ്ട് കോൺഗ്രസും CPMഉം ഈ നാട്ടിൽ ചെയ്യുന്നത് BJPക്കെതിരെ വർഗീയമാണ്, ഇല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ രാജ്യം എന്നുള്ള ഒരു ക്ലീഷേ സാധനമാണ്. ആ ക്ലീഷേ സാധനത്തിൻ്റെ കാലം പോയിരിക്കുന്നു. കാര്യങ്ങൾക്ക് മറുപടി പറയണം. കാരണം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായി തന്നെ പിണറായി വിജയൻ മറുപടി പറയണം. മാസപ്പടി കേസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി പറയണം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ വിജയൻ ഒരു നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ എന്താകും CPMൻ്റെ നിലപാടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം CPMന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. CPM ഇപ്പോൾ പ്രതിരോധത്തിലാണ്, അവർ മിണ്ടാതിരിക്കുന്നു. കോൺഗ്രസിൻ്റെ കാര്യമാണ് വളരെ ദയനീയമായ കാര്യം. കാരണം CPMനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിക്കുള്ള പിന്തുണയാകുമോ എന്ന് കരുതി അവരും സംസാരിക്കുന്നില്ല. അതായത് BJP അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് 2 കൂട്ടരും പണിപ്പെടുകയാണ്. പക്ഷെ പണിപ്പെട്ടിട്ട് അധിക കാലം മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു നിൽക്കുകയാണ്. അഴിമതി തന്നെയാണ്. അഴിമതി തുറന്നു പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി ഒരു ചെറിയ മനുഷ്യനല്ല. കേരളത്തിലെ പോലെ 3.5 കോടി ജനത്തിൻ്റെയും 20 സീറ്റിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ചെറിയ നേതാവുമല്ല. അദ്ദേഹത്തെ കണക്കൊരു നേതാവ് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം അത് വലിയ വാർത്തയാക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതിന് മറുപടി പറയാനുള്ള ആർജവം പിണറായി വിജയൻ ഉണ്ടാകണം. ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനുണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങളും അതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ചിലർക്കെങ്കിലും തോന്നിപ്പോകും. വോട്ട് കിട്ടുമോ ജയിക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം. BJP ഇപ്പോൾ കേരളത്തിൽ കളം നിറഞ്ഞ് കളിക്കുന്നു. അതിന് മുകളിൽ ED കളിക്കുന്നു. ED രാഷ്ട്രീയമായിട്ടാണ് ഈ പെരുമാറുന്നത് നിങ്ങൾ പറയുന്ന ആരോപണത്തിന് ഒരു കഴമ്പുമില്ല. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ പൊക്കി അകത്തിട്ടവരാണ് P ചിദംബരം അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ. അങ്ങനെ എത്രയെത്ര BJP നേതാക്കളെ. അത് കള്ളപ്പണത്തിൻ്റെ കാര്യത്തിലല്ലായിരുന്നു, മോഷ്ടിച്ചതിൻ്റെ കാര്യത്തിലല്ലായിരുന്നു, അഴിമതിയുടെ കാര്യത്തിലായിരുന്നില്ല. പകരം നിങ്ങൾ കെട്ടിപ്പൊക്കിയ ചില വ്യാജ ആരോപണങ്ങൾ, അതായത് വ്യാജ ഏറ്റുമുട്ടൽ, അങ്ങനെ അനവധി കാര്യങ്ങളുടെ പേരിലായിരുന്നു ഇവരെ അകത്തിട്ടത്. പക്ഷേ ഇപ്പോഴകത്ത് പോകുന്ന നേതാക്കൾ എന്തിൻ്റെ പേരിലായിരുന്നു? രാജ്യം കൊള്ളയടിച്ചതിൻ്റെ, ജനങ്ങളുടെ പോക്കറ്റ് കീറിയതിൻ്റെ, അതിൻ്റെ പേരിലാണ് അകത്ത് പോകുന്നത്. ഇതിനൊക്കെ മറുപടി പറയണ്ടേ? അതല്ലാതെ ഫോൺ ഓഫ് ചെയ്ത് ഇല്ലെങ്കിൽ ഈ മൈക്ക് ഓഫ് ചെയ്ത് പോയതുകൊണ്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഗർഭിണി ശൂലമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരുപക്ഷെ കേരളത്തിൽ BJPക്ക് സീറ്റുകൾ നേടില്ലായിരിക്കാം, BJP തകർന്നടിയുമായിരിക്കാം. പക്ഷേ ഈ ചോദ്യം വരും കാലങ്ങളിൽ ഇവിടുത്തെ ജനത ചോദിച്ചുകൊണ്ടേയിരിക്കും. അഴിമതി മുങ്ങിക്കുളിച്ചുകൊണ്ട് എത്ര നാൾ നിങ്ങൾക്ക് മുൻപോട്ട്
മുൻപോട്ട് പോകാൻ കഴിയും. അഴിമതി ചോദിക്കുമ്പോൾ സംഘി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. സംഘി എന്നാണ് അഴിമതി ചോദിക്കുന്നവൻ്റെ പേരെങ്കിൽ ആത്മാഭിമാനത്തോടെ ആയിരങ്ങൾ ഇനിയും ഉയർന്നു വരും. തങ്ങൾ സംഘിയാണ്, ചോദ്യം ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറി മറിയുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറി മറിയുന്നു. ഇവിടെ BJPയും CPM ഡയറക്റ്റ് ഫൈറ്റായി മാറുന്നു. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ചിന്തിക്കുമ്പോൾ BJPയും CPMഉം ബലാബലരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ അല്ല. പക്ഷേ ഉയർത്തിവിടുന്ന ആരോപണങ്ങളെ തടയാൻ കരുത്തുള്ളവനെ എതിരാളി എന്ന് പറയും. ഇവിടെ ആർക്കൊണ്ട് കരുത്തെന്നുള്ളതാണ് ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് ഇവിടെ അനാലിസിസ് ചെയ്തത്. ഇനി പ്രേക്ഷകർക്ക് ചിന്തിക്കാം, മോദി ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി CPMനോ കോൺഗ്രസിനോ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.